ഹായ്, അത്താഴം എണീക്കാൻ വേണ്ടിയിട്ട് ലേറ്റായി പോയിട്ടുള്ള ഒരു ദിവസനും അതുകൊണ്ട് തന്നെ ചൂടുവെള്ളവും പഴമൊക്കെ ആയിരുന്നു അത്താഴത്തിന് കഴിച്ചത്. അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ കിടന്നുറങ്ങിയിട്ട് എണീറ്റ് ഇന്ന് എനിക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ കൊടയും ബുർഗയും എല്ലാം കൊണ്ടാണ് പോകുന്നത്. ഒരു കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കിച്ചണിൽ കയറിയിട്ടുള്ളൂ. ഇന്ന് സ്നാക്കായിട്ട് കോഴിയുടെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ കല്ലുമ്മക്കായന്റെ ചോറും ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ധാരാളമാണല്ലോ. കോഴിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പിന്റെ ഒരു ഒതന്റിക് ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് അല്ലേ. പിന്നെ ഈ കോഴിയുടെ ഒക്കെ പിരീഡല്ലേ എനിക്ക് ചെറുപ്പത്തിലേ അറിയുന്ന ഒരു സംഭവമാണ്. അന്നൊക്കെ വേറെ ഒരു പണിയെടുത്തിട്ടില്ലെങ്കിലും ഈ പിരീഡാൻ വേണ്ടി ഞാൻ കറക്റ്റ് ടൈമിൽ കിച്ചണിൽ എത്തലുണ്ട്. പിന്നെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈം ആകുമ്പോഴത്തേക്ക് മാത്രമാണ് കിച്ചണിൽ കയറുന്നത്. ഇന്ന് പുറത്തെല്ലാം പോയതുകൊണ്ട് തന്നെ നല്ല ദാഹം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്രയൊക്കെ ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ലൈം തന്നെ വേണം. അത് കുടിക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് എനിക്ക് ഒരു ജ്യൂസ് കുടിച്ചാലും കിട്ടില്ല. ജ്യൂസിനായിട്ട് ചിക്കു ഉണ്ടേനു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കട്ട് ഫ്രൂട്ട്സും കൂടെ ഉണ്ടാക്കി. എല്ലാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കലുള്ളൂ. പിന്നെ പൊരിക്കടികളും കുറച്ച് മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് നോമ്പ് തുറക്കാൻ ആകുമ്പോഴത്തേക്ക് മാത്രം അതെല്ലാം പൊരിക്കലുള്ളൂ. ഇന്നലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിരിക്കുന്ന ഉഴുന്നുവടേന്റെ ചെറിയൊരു പോർഷൻ ബാക്കിയുണ്ടേനു. അപ്പൊ അതും എടുത്ത് പൊരിച്ച് പിന്നെന്താ ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്ന്. ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ ഒരു നോമ്പും കൂടെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഡ്യൂട്ടി കയറി. സോ അക്കൗണ്ട് ഒന്ന് ഫോളോ